അല്ല സജാദ്, ഇതെന്താണ് ക്യാമറയ്ക്ക് പകരം നിങ്ങൾ തൂമ്പായൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്? ഇനി തൂമ്പേട്ട പരിപാടി. സോഷ്യൽ മീഡിയ കൊണ്ടൊന്നും വലിയ കാര്യമില്ല, ആളുകൾ കാണൂല, നമുക്കില്ല വരുമാനമില്ല. ഇനി മണ്ണിനോട് മല്ലിക്കെട്ടുക, കളച്ച് ജീവിക്കാം. അതുകൊള്ള പരിപാടി കാണിച്ചാലോ? ഓക്കെ, നമുക്കൊന്ന് കണ്ടേക്കാം. നല്ല വെയിലാട്ടോ, ചൂടത്ത് ഈ കൃഷിക്കാരൊക്കെ സമ്മതിക്കണം. കിട്ടി സാധനം കിട്ടി. അപ്പോഴേ ഞാൻ കളക്കാൻ വന്നൊന്നുമല്ല, നമ്മളെ ആറാറൂട്ട് പൗഡർ പറഞ്ഞ സാധനം കണ്ടു. എന്തായാലും മലയാളത്തിൽ എന്താ പറയാ? കൂവപ്പൊടി നമ്മൾ ഒരുപാട് ആളുകൾ കഴിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും, ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു മരുന്നാണ് കൂവപ്പൊടി. പ്രത്യേകിച്ച് ഈ ചൂടുകാലം വരുന്ന സമയത്ത് മൂത്രച്ചൂടിനൊക്കെ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ കൂവപ്പൊടി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇതൊന്ന് കാണണം, അല്ലെങ്കിൽ ഇതൊന്ന് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അല്ല, ഇത് വെള്ളയാണോ മഞ്ഞയാണോ നീലയാണോ? ഇതേതാ കളർ? ഇത് നീലക്കൂവയാണ് അല്ലേ? ഇത് കാണാൻ പറ്റും. ഓക്കെ. ഇത് ഇവിടെ വേറെ കുറച്ച് ഞങ്ങൾ പറിച്ചു വെച്ചിട്ടുണ്ട് സാധനങ്ങൾ. അതൊന്ന് കട്ട് ചെയ്ത്. ഓക്കെ, ഇത് നീലയാണോ കളറ്? അത് നീല. ഇത് ഇവിടെ കട്ട് ചെയ്യട്ടെ? ഇത് മഞ്ഞയാണ്. ഇതാണ് മഞ്ഞ കൂവ കേട്ടോ. ഇനിയിപ്പോ നീല നമുക്ക് ഇതാണ് ചെറിയ കൂവയായിരിക്കും തടയെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്യാം. മഞ്ഞ നമ്മൾ കണ്ടു, കൈ മുറിയാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് നീലക്കൂവ. ഇനി ഇതെങ്ങനെയാണ് പൊടിയായിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അല്ലാതെ ഞാൻ കളക്കാനൊന്നും പോലെ വെൽഡിങ് മെഷീൻ എന്നോ എടുത്തു വെച്ചാണ്. ഇതൊക്കെ നിർത്തലാവുമ്പോൾ നമ്മളെ വീണ്ടും ആ പണിക്കാൻ ഇറങ്ങും. അത് വേറെ വിഷയം. ഇപ്പോഴും പോകുന്നുണ്ടോ, വേറെ സത്യം. അപ്പോൾ ഞാൻ കണ്ടാലോ? അപ്പോഴേ സുഹൃത്തുക്കളെ, നേരത്തെ ഞാനൊരു തൂമ്പയൊക്കെ എടുത്ത് കളച്ച് പൊട്ടിച്ച സംഭവം കണ്ടില്ലേ? മഞ്ഞ കളറും അതേപോലെ തന്നെ നീല കളറും അതേപോലത്തെ ഒരുപാട് കൂവകളാട്ടോ. ഇതൊക്കെ അവിടുന്ന് പറിച്ചെടുത്ത് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ വേര് വെട്ടുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അതാണ് അവിടെ ചേച്ചിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇനി കഴുകാനിടും. അതിന് ശേഷം ഇതും ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് കേട്ടോ. ഭയങ്കര രസകരമായും അത് അത്ഭുതകരമായിട്ട്. നമുക്കൊക്കെ മാർക്കറ്റിൽ കൂവപ്പൊടി എന്ന് പറയുമ്പോൾ വാങ്ങാൻ കിട്ടും, ഒരു പൊടിയായിട്ട് കിട്ടും. അത് നമ്മൾ കലക്കി കുടിക്കും. ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ വെള്ളം എന്താ മഞ്ഞ കളർ ഉണ്ടാ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ ഈ മൂത്രച്ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ കുടിക്കുക എന്നല്ലാതെ ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വിദഗ്ധരായിട്ട് ആളുകൾ ഇവിടെ ഉണ്ട്. ഇതേ രണ്ടാളുകൾ. ഇത് നമ്മൾ എല്ലാ വീഡിയോയും നമ്മൾ കാണുന്നതാണ്. നമ്മൾ മനുഷ്യേട്ടനാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? ആൽബർട്ട്. അല്ല മനുഷ്യേട്ടാ, ഈ വെള്ളക്കൂവ മഞ്ഞക്കൂവ എന്നൊക്കെ ഒരു രണ്ട് സംഭവം നമ്മൾ കണ്ടല്ലോ. വെള്ളക്കൂവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാത്തിക്കൂവ ലാത്തിക്കൂവ എന്നല്ല നമ്മൾ പറയുന്നത്. പാലക്കാട് മേഖലയിലുള്ള ലാത്തിക്കൂവ എന്ന് പറയും. ഇതാണ് തനി നാടൻ കൂവ. മഞ്ഞക്കൂവയും നീലക്കൂവയും. ഞാനിതിപ്പോ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾ ഇത് കട്ട് ചെയ്തു അല്ലേ? ഓക്കെ, ഒന്ന് കാണിച്ചു നോക്കട്ടെ. മഞ്ഞ ഇതാണ് നമ്മുടെ മഞ്ഞക്കൂവ. ഇതാണ് മഞ്ഞക്കൂവ. ഇതാണ് നീലക്കൂവ. ഇനി ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ. നമുക്ക് ഈ സാധനം പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടുമ്പോൾ ഒക്കെ ഒരു വൈറ്റ് കളറാ വരിക. ഇത് പ്യുവർ വൈറ്റ്. അത് പ്യുവർ വൈറ്റ് ആവും. ഒരു ചെറിയൊരു ഓഫ് വൈറ്റ്, മഞ്ഞൾപ്പൊടി പോലെ അത്രയും വരില്ല. ലൈറ്റ് ഞാനത് ഒരു ക്രീം കളർ വരും അല്ലേ? ഫൈനൽ സ്റ്റേജിൽ ഞാനത് കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ. ഇനി അപ്പൊ ഈ നമ്മൾ നേരത്തെ നാരൊക്കെ വെട്ടി ക്ലീൻ ആക്കിയ കൂവ നേരെ എടുത്തിട്ട് കഴുകാൻ പോവാ. നല്ലപോലെ വാഷ് ചെയ്യണം. അതിനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അരയ്ക്കാനായിട്ടും ഉണ്ട്. വാഷിംഗ് തുടങ്ങിയത് കണ്ടാലോ? ഓക്കെ. അപ്പോൾ നോക്കിയേ, ഇതേപോലെ വലിയൊരു ടാങ്ക് ഉണ്ട്. അതിലിട്ടിട്ട് ആ മണ്ണ്, കാരണം കൂവ അറിയാലോ, മണ്ണിലാണ് പറിച്ചു കൊണ്ടുവരിക. അതിനുശേഷം അതിൻ്റെ നാരും കാര്യങ്ങളൊക്കെ ചെത്തിയതിന് ശേഷം ഇതേപോലെ നമ്മുടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്ന കമ്പൽസറി ഉപയോഗിച്ചിട്ട് വരുന്ന പോത്ത് ഉപയോഗിച്ചിട്ടുള്ള വെള്ളം അല്ലേ? നല്ല പോത്തല്ലേ ഈ വെള്ളം? അപ്പോൾ ഇതിന് മണ്ണും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല പക്ക ക്ലീനായിട്ട് വരും. അതിനുശേഷം അഥവാ ഇതാണ് ഇതിൻ്റെ ടാങ്ക് കേട്ടോ. വെള്ളത്തിലിട്ട് വെക്കും. അതിനുശേഷം ഇതേപോലെ നല്ല പോത്തിൽ വെള്ളം അടിച്ചിട്ട് അതിൻ്റെ മണ്ണുകൾ കംപ്ലീറ്റ് കളയും. അത്രയും വൃത്തിയാക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് സാധനം പോകാം കേട്ടോ. അപ്പോൾ നേരെ അവിടുന്ന് കഴുകിയതിൻ്റെ ശേഷം നമ്മുടെ സാധാ റൈസ് മില്ലൊക്കെ അല്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ് ഇതൊക്കെ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഉരം വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇതിലേക്ക് പിന്നെ എന്ത് ചെയ്യും? കൂവ ലോഡ് ചെയ്യും. അതിനുശേഷം സൗണ്ട് പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കണു, അതുകൊണ്ട് എടുത്തേ. ഓക്കെ, ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇതിട്ടുള്ള പിന്നെ ഈ കൂവ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഈ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ അരഞ്ഞ് അടിയിൽ കൂടെ താഴേക്ക് ഒരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്യും കേട്ടോ. അതിനുശേഷം അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാം ആ മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. സാധാ റൈസ് മില്ലിൽ എന്താണ് സംഭവിക്കുക, അതേ പ്രോസസ്സിങ് നടക്കുന്നത്. അവിടെ കുറേ അരിപ്പയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ സാധനം ചതഞ്ഞ് ഇതിന് നേരെ അപ്പുറത്തേക്ക് പുറത്തേക്ക് ഒരു വാളിലൂടെ വന്ന് ഒരു ബക്കറ്റിലേക്ക് സ്റ്റോർ ആവാം. ഓക്കെ, നല്ല മെഷീൻ്റെ സൗണ്ട് ഉണ്ടാവുമ്പോൾ കേൾക്കുന്നത് എനിക്കറിയില്ല. ആ പൂവ നേരെ കഴുകി വൃത്തിയാക്കിയാൽ പൂവ ചെയ്യും. നേരെ ഇവിടെ വന്ന് അരഞ്ഞ് ചതഞ്ഞ് നേരെ വരും. അത് താഴത്തെ ബക്കറ്റുണ്ടാവും. ആ ബക്കറ്റിലേക്ക് മാറ്റും. എന്നിട്ട് അതിന് ശേഷം വേറൊരു വലിയൊരു തൊഴിലേക്ക്
അപ്പൊ നേരെ നമ്മള് പിന്നെ ആ മെഷീനിൽ നിന്ന് അരഞ്ഞു വരുന്ന സംഭവം ഉണ്ടല്ലോ, ആ കൂവന്റെ പിന്നെ എന്താ പറയാ ചണ്ടി എന്തിനാ പറയല്, ആ കൂവയുടെ ചണ്ടി ഇതേപോലെ ഒരു അരക്കാൻ വേണ്ടി അഥവാ അതിന്റെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രമ്മില് കോട്ടന്റെ മുണ്ടൊക്കെ വെച്ചിട്ട് ഇതേപോലെ എന്ത് ചെയ്യും, നന്നായിട്ട് തിരുമ്മി ഇതിന്റെ കംപ്ലീറ്റ് സത്തും ഈ ഒരു അടിയത്തെ ഡ്രമ്മിലേക്ക് പോകും. അതാണ് നെക്സ്റ്റ് പ്രോസസ്സ് കേട്ടോ. അതിനെന്ത് ചെയ്യുന്നു, മെഷീനിൽ നിന്ന് നേരെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടുന്നു. ഒരു നല്ല ശുദ്ധമായ വെള്ളം ഇതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ സത്ത് കംപ്ലീറ്റ് ഈ ഡ്രമ്മിലേക്ക് ആക്കുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു എന്താ പറയുക സത്ത് മുഴുവൻ ആ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഒരു താഴെ വെച്ചിട്ടുള്ള കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ അതുവഴി നേരെ ഈ ഡ്രമ്മിലേക്ക് സ്റ്റോർ ആവും. അതിനുശേഷം ഇതിൽ വരുന്ന ഈ ഒരു ബാക്കി ഭാഗം ഉണ്ടല്ലോ അതേപോലെ തന്നെ വേസ്റ്റ് ആക്കിയിട്ട് ഇത് നേരെ കൊണ്ടുപോയി കളയും ചെയ്യും. പക്ഷേ നമുക്ക് കിട്ടേണ്ട സാധനം കംപ്ലീറ്റ് ഈ ഒരു ഡ്രമ്മിൻ്റെ അകത്തായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കഴുകി അതിൻ്റെ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ പൊടി ഉണ്ടല്ലോ, കൂവപ്പൊടി എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ സംഭവം നമുക്ക് ഈ ഡ്രമ്മിൽ ഇങ്ങനെ വെള്ളമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നോക്കി നമ്മൾ ആ പിന്നെ ചേച്ചിമാരകത്തൊക്കെ ഉണ്ടല്ലോ കഴുകി വൃത്തിയാക്കി അഥവാ അതിൻ്റെ ആ ഒരു സത്ത് കംപ്ലീറ്റ് ഈ ഒരു ഇതിപ്പോൾ ആ സത്തുള്ളൊരു ഡ്രമ്മാണ്. കാരണം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഈ പൊടി കംപ്ലീറ്റ് ഇതിന്റെ താഴെ പോയി ഊറിക്കിടക്കും അല്ലെ മനോട്? അങ്ങനത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നമ്മൾ മറിച്ച് കളയും. എല്ലാ ദിവസവും ഈ മുകളിലെ വെള്ളം മറിച്ച് കളയും. മറിച്ച് കളയും. അത് കഴിഞ്ഞ് വീണ്ടും നല്ലതുപോലെ കലക്കി നമ്മൾ 10 ദിവസം ഈ സെയിം പ്രോസസ്സ് തുടരും. ഓക്കെ ഓക്കെ. അപ്പൊ അപ്പോഴൊന്നും ഈ കൂവന്റെ സത്ത് അതിന്റെ അടിയിലുണ്ടാവും. ഇത് അടിയും. ഇപ്പൊ കണ്ട വെള്ളം തെളിഞ്ഞത്. ഓക്കെ, തെളി വെള്ളമായിട്ട് കിടക്കും. അതിന്റെ അടിയിൽ പൊടി കിടക്കുന്നുണ്ടാവും. അതിന്റെ 100 തന്നെ പറയാം അല്ലെ? കൂവനൂറ് ഈ ഡ്രമ്മിന്റെ അടിയിലുണ്ട്. ഓക്കെ ഓക്കെ. ഇതിന്റെ അടിഭാഗത്തുണ്ടാവും. അപ്പൊ ഏകദേശം ഒരു ഉദാഹരണത്തിന് ഒരു 100 കിലോ കൂവ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്താൽ നമുക്ക് ഉപയോഗിക്കാൻ എത്ര കിട്ടാം? 100 കിലോ പച്ചക്കൂവ അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 8 കിലോ കൂവനൂറേ നമുക്ക് കിട്ടുള്ളൂ. ഒരു 100 കിലോ ഇതാക്കി 8 ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. ബാക്കി ഫുള്ള് വേസ്റ്റ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ വെള്ളക്കൂവ ഉണ്ടല്ലോ, പാലക്കാട് മേഖലയിലൊക്കെ കൃഷി ചെയ്യുന്ന ലാത്തിക്കൂവ ഇല്ലേ, ബിലാത്തിക്കൂവ എന്ന് പറയുന്ന സാധനമുണ്ട്. പാലക്കാട് മേഖലയിലൊക്കെയാണ് കൂടുതൽ ഞാൻ കൃഷി കണ്ടേക്കുന്നത്. ആ സാധനം 5 കിലോയ്ക്ക് 1 കിലോ പൊടി കിട്ടും. അപ്പൊ അതും ഇതുമായിട്ട് ഭയങ്കര മാറ്റം ഉണ്ടല്ലോ. ആരെ ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല. അതിന് ഞാൻ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, അതിന് ഔഷധ ഗുണം കുറവാണ് താരതമ്യേന. ഇതാണ് തനി നാടൻ കൂവ. ഇത് കൂടുതലും ഇടുക്കി, കോട്ടയം മേഖലകളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതാണ് തനി നാടൻ കൂവ. ഇത് 10 പ്രാവശ്യം വെള്ളം കളഞ്ഞ് പ്രോസസ് ചെയ്യണം. മറ്റേ കൂവ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളക്കൂവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ കടിച്ച് കഴിക്കാനും പറ്റും. കഴിക്കാനും പറ്റും. അത് ആരോട്ട് ബിസ്ക്കറ്റിലേക്കൊക്കെ പോകും. അങ്ങനെയുള്ളതിലേക്ക് ഇപ്പൊ നമ്മൾ ഇത് ഡ്രമ്മിലാക്കി വെച്ചു. ഇനി ഇതിന്റെ നെക്സ്റ്റ് ലെവൽ എങ്ങനെയാണ്? നമ്മളിപ്പോ വെള്ളം ഇതുണ്ടോ നല്ലപോലെ തെളിഞ്ഞു, അത്യാവശ്യം നല്ലപോലെ തെളി വെള്ളമായിട്ട്. ഇനി വെള്ളം ഇങ്ങനെ മറിച്ചൊഴിച്ച് കഴിയുമ്പോ ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് കാണും. ഊറി നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, ഇതിന്റെ അടിയിലുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ കഴുകി നല്ലപോലെ വാഷ് ചെയ്ത് നല്ലപോലെ ഒന്നുകൂടെ കലക്കിയിടും. അങ്ങനെ 10 പ്രാവശ്യം കലക്കിയിടും. അപ്പൊ ഇപ്പൊ നിലവില് കൂവന്റെ 100 അടിയിൽ അങ്ങനെ പോയി അടിയിലുണ്ട്. ഇതിന്റെ അടിയിലുണ്ട്. ഇത് നമ്മുടെ ഇത് അടിഭാഗത്തുണ്ട്. ഓക്കെ ഓക്കെ. ഇനി അത് എടുക്കുന്ന പരിപാടിയാണ് അടുത്തത്. ഓക്കെ ശരി. അപ്പൊ മനസ്സിലാ ഇത് എത്ര മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നുവിടാൻ പോണേ? ഇതിപ്പോ 12 മണിക്കൂറിന് ശേഷം നമ്മളിത് ഈ വെള്ളം നമ്മളങ്ങ് തുറന്നു വിടും. ഓക്കെ കേട്ടോ. ഇപ്പൊ ഈ വെള്ളം ഇതിന്റെ അടിയിൽ സംഭവം എന്റെ 100 കിടക്കുന്നുണ്ടാവും അല്ലേ? 100 കിടക്കുന്നുണ്ട്. ഇതിന്റെ അടിയിൽ കൂവന്റെ മണം വരുന്നുണ്ടാവും വെള്ളത്തിന്. അതുകൊണ്ട് അതെല്ലാം പോകണം. നമുക്ക് അത് ക്ലിയർ ചെയ്ത് നല്ലപോലെ ക്ലിയർ ചെയ്ത് ഇതിന്റെ കട്ടൊക്കെ. അപ്പൊ ഈ വെള്ളം കംപ്ലീറ്റ് കാലിയതിന്റെ ശേഷം അടിയിൽ നമുക്ക് ഊറിക്കിടക്കുന്ന ഊറിക്കിടക്കുന്ന നമ്മുടെ കൂവന്റെ 100 കാണാൻ പറ്റും. അപ്പൊ പിന്നെ അത് കാണാം. അപ്പൊ നോക്കി നമ്മൾ ആ തെളിനീര് പോലത്തെ വെള്ളമില്ല, അത് കംപ്ലീറ്റ് പിന്നെ ആ ഒരു വാൾവ് വഴി നമ്മൾ തുറന്നു വിട്ടു. അതിന്റെ ശേഷം അടിയിൽ കിടക്കുന്നുണ്ട് ഒരു വെള്ള കളറില്, അതാണ് ഇതിന്റെ 100. ഈ സാധനം ഇനി വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ പൗഡർ ആയിട്ട് വരുന്നത്. നോക്കി അതിങ്ങനെ അടിക്ക് ഇങ്ങനെ പിന്നെ കിഴിഞ്ഞിങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. താഴെ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു കട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, അപ്പം ചുട്ട പോലെ അങ്ങനെ കിടക്കുന്നുണ്ട്. അതാണ് കൂവപ്പൊടി. ഇത് പക്ഷെ ഉണങ്ങിയതിന്റെ ശേഷമേ പൊടിയായി മാറുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രോസസ്സിങ്. ഇനി നേരെ നമുക്ക് ഉണക്കണ കാണാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇനി നമ്മളിത് കൂവന്നൂറ് നമ്മളിത് ബക്കറ്റിൽ ആക്കി മൊത്തം കൊണ്ടുവന്നേക്കുവാണ്. ഇതിനെ നമ്മള് ഒരു നിശ്ചിത ഒരു അളവ് തൂക്കം ഉണ്ടാവും. അതെടുത്ത് നമ്മളിത് ഡിഷിലേക്ക് നമ്മളങ്ങ് പതുക്കെ നിരത്താനായിട്ട് പോവുക. ഓക്കെ, ഇനി അതിനുശേഷം ശുദ്ധമായ വെള്ളം ഒഴിക്കും. ശുദ്ധമായ വെള്ളം ഒഴിച്ച് നമ്മളിത് പതുക്കെ ഇതിനെ നല്ലപോലെ അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മള് വെയിലത്തേക്ക് വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഇത് ഇതിന്റെ അടിയിൽ പഴയ പോലെ തന്നെ ഇതിന്റെ പിന്നെ കൂവന്നൂറ് അടിയിൽ പോയിട്ട് ഊറിക്കിടക്കും. ഇത് എത്ര, 1 മണിക്കൂർ 2 മണിക്കൂറോ? ഇത് 2 മണിക്കൂർ. 2 മണിക്കൂർ ഈ ഒരു പരിപാടി ഉണ്ട് അല്ലേ? 2 മണിക്കൂർ നമ്മളിത് 100 ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഉരുട്ടി വെച്ച സാധനം ഇതിന് അലിഞ്ഞു പോയി. ഇനിയിപ്പോ അഥവാ അത് എന്തിനാ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും കരടോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ?
ഇതിപ്പോ നമ്മളിത് കലക്കി കൊണ്ടുപോയി ഇതുപോലെ അടുക്കി വെക്കുവാണ്. ഓക്കെ, ഇതുണ്ടോ, ഇതിപ്പോ കലക്കി കൊണ്ടുപോയിട്ട് നമ്മളിത് ഇതുപോലെ അടുക്കി അങ്ങ് വെക്കുവാണ്. അടുക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ അടി നല്ലപോലെ അടിയും. 100 അടിയിൽ പോയി നിൽക്കും. 100 അടിയും. അത് കഴിഞ്ഞ് നമ്മള് ആ വെള്ളം കമത്തി കളഞ്ഞിട്ട് നമ്മളിത് ഉണങ്ങാൻ വെക്കണം. ഓക്കെ, അപ്പൊ 2 മണിക്കൂറിന് ശേഷം ഇനി മറ്റേത് 2 മണിക്കൂർ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണം. ഇതെനിക്ക് ഇങ്ങനെ കാണുമ്പോ എന്റെ വീട്ടിൽ പണ്ട് റബ്ബർ ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാല് ഇങ്ങനെ ഷീറ്റിന് വേണ്ടി റെഡിയാക്കിയ പോലെ ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് നിങ്ങള് റബ്ബർ കർഷകനായ അല്ലേ, സെയിം സംഭവമാണ്. പക്ഷെ നമ്മൾ നല്ല വൃത്തിയും വെടുപ്പുള്ള നല്ല അടിപൊളി ഡിഷിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മറ്റേതാണ്. ഓക്കെ, ചേട്ടാ, അപ്പൊ 2 മണിക്കൂറിന് ശേഷം എന്തായി? 2 മണിക്കൂറിന് ശേഷം നമ്മൾ കലക്കി വെച്ച കൂവെന്ന് പറയുന്നുണ്ട് ഡിഷിന്റെ അടിയിൽ നല്ല വെള്ള കളറ് കാണുന്നത് ഫൈനലി ചെറിയ എന്തെങ്കിലും പൊടിയോ മറ്റു ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് പോകാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ കലക്കി വെച്ചതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ വെള്ളം ഇതിലേക്ക് നമ്മള് ഈ വെള്ളം കണ്ടോ ഒഴിച്ചു കളഞ്ഞപ്പോ ഒരു ചെറിയൊരു ചെറിയ കരടും കാര്യങ്ങളൊക്കെ പൊടികളും കരടൊക്കെ മാറിയത് കണ്ടോ. ഇങ്ങനെ അപ്പൊ നല്ല പ്യുവർ ആയിട്ടുള്ള സാധനം. ഇനിയിപ്പോ ഇതിന് നമ്മള് വെയിലത്തേക്ക് അങ്ങ് വെക്കുവാണ് ഉണങ്ങാൻ വേണ്ടി. ഓക്കെ, ഇത് ഇതേപോലെ ഡിഷിൽ അങ്ങനെ വെയിലത്ത് കൊണ്ടുപോയി വെക്കും. ഡിഷിലേക്ക് ഇത് കൊണ്ടുപോയി വെക്കുക. ഇത് സൂര്യപ്രകാശത്ത് വെച്ചിട്ട് മാത്രമേ നമ്മുടെ കൂവ. നമുക്ക് ഇതില് ഉണക്കാൻ മെഷീനറി കാര്യങ്ങളൊന്നും നാച്ചുറൽ പരിപാടിയാണ്. ഈ നമ്മുടെ കൂവനൂറ് ശരിക്കും ഉണങ്ങിയെടുക്കേണ്ടത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഡ്രയർ മെഷീൻ അല്ല, ബാക്കി എല്ലാ കാര്യവും നമുക്ക് ഡ്രയർ മെഷീൻ ഉണങ്ങിയെടുക്കാം. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡിഷിൽ ഇങ്ങനെ ഉണങ്ങിയെടുക്കുകയാണ് അതിന്റെ ശരിക്കുള്ള ഗുണം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് ഈ വെയിലത്ത് കിടന്ന് ഉണങ്ങണം, വെയിലത്ത് വെച്ച് ഉണങ്ങണം. അപ്പൊ മനുഷ്യട്ട് എനിക്ക് ഒരു ചെറിയൊരു സംശയം കൂടി. പറഞ്ഞോ. ഈ പിന്നെ വെയിലത്ത് ഉണക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം? വെയിലത്ത് ഉണക്കി കഴിഞ്ഞാണ്ടല്ലോ മറ്റു സാധനങ്ങളെ പോലെയല്ല, മറ്റേ നമ്മൾ ചക്ക ബാക്കി എന്ത് സാധനം നമുക്ക് ഡ്രയർ മെഷീൻ ഉണങ്ങിയെടുക്കാം. ഇത് വെയിലത്ത് ഉണങ്ങിയെടുക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ ഒരു ലൈഫ് എക്സ്പയറി ഡേറ്റ് ഇതിനില്ല. എന്നാലും നമ്മൾ എക്സ്പയറി ഡേറ്റ് വെക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞത് എക്സ്പയറി ഡേറ്റ് ഇല്ലാതെ ലൈഫ് ലോങ് കിട്ടും. നമ്മളൊരു പിന്നെ ബിസിനസ്സിൽ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഇതിനനുസരിച്ച് ഡേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സൂര്യപ്രകാശത്തിൽ ഉണങ്ങി കഴിഞ്ഞാൽ വലിയ സീനില്ല. ഇല്ല, നല്ലതാണ്, നാച്ചുറൽ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഉണങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ് അഥവാ ഒന്ന് ബലം വെച്ച സംഭവമാണ്. പിന്നെ ഈ കൂവപ്പൊടിക്ക് മനേട്ടാ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ, സയൻസിനെ തോൽപ്പിച്ച സംഭവം. സയൻസിനെ തോൽപ്പിക്കല്ല, ന്യൂട്ടന്റെ ചലന നിയമത്തിന് എതിര് അല്ലെ, അതെന്താന്നുള്ളത് കാണിച്ചത്. കാരണം നമ്മള് മണ്ണൊക്കെ എന്തെങ്കിലും നനഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഉരുള പോലെ നിന്ന് ആ മണ്ണ് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഈ ഒരു സാധനം ഇത് സംഭവം ഇത് നോക്കി, ഇത് ഭയങ്കര സംഭവം കേട്ടോ. ന്യൂട്ടന്റെ ചലന നിയമത്തിനെതിരാണ്. നോക്കിയേ, നോക്ക്, ഇതിപ്പോ ഒരു പിന്നെ ഖരരൂപത്തിലുള്ള സാധനം നേരെ എന്തായി വെള്ളമായിട്ട് ഒഴുകിയാണ് പോകും. ഇത് കൂവപ്പൊടി മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കൂവപ്പൊടിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും നൈസ് ആയിരിക്കും ഈ സാധനം എന്നാണ് ഇതിന്റെ പ്രത്യേകത അല്ലെ. അപ്പൊ നോക്കി, അതിങ്ങനെ ഒഴുകി ഒരു പിന്നെ എന്താ പറയാ ഒരു ക്രീം രൂപത്തിൽ അങ്ങനെ മാറുന്നത്. കാരണം ഉരുട്ടി ചെയ്തപ്പോ നല്ല കട്ട രൂപത്തിൽ ഖര രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് കൂവപ്പൊടിയുടെ ഉണങ്ങുന്നതിന്റെ ജസ്റ്റ് മുമ്പത്തെ സീൻ ഇതാണ്. ഇനി നമുക്ക് കാണാനുള്ളത് നല്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ സാധനമാണ്. എന്താണ്? കൂവപ്പൊടിയാണ് കാണാനുള്ളത്. അത് നമുക്ക് നേരെ കാണാം. അപ്പൊ എന്താ വെച്ചാട്ടെ കിലുക്കിക്കൊണ്ടിരിക്കണേ? ഇതാണ് നമ്മുടെ കൂവപ്പൊടി ഫൈനലി ഇതാണ് ഇത്രയും സമയം ചൂടടിച്ച് നല്ല ഇതുകൊണ്ടാണ് നമ്മളത് ഡിഷ് നല്ലതുപോലെ ഇങ്ങനെ വെച്ചതിന്റെ കാര്യം കണ്ടോ. കാണുമ്പോ നോക്കി നല്ലതാ, വെള്ളത്തിലിട്ട് അലിഞ്ഞു പോകും കേട്ടോ. അത് ഞാൻ ചെറിയൊരു പീസ് എടുത്ത് വായിലിട്ടു, അപ്പൊ സംസാരിക്കാൻ വരെ പറ്റില്ല, അലിഞ്ഞ അങ്ങനെ പോവാ. അതല്ല, ഇത് മെയിൻ ആയിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് വെച്ചിട്ട് കൂവക്കുറുക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഹൽവ ഉണ്ടാക്കാം, കൂവ ഹൽവ, അട, അതുപോലെ തന്നെ ഇതെന്താണ് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ചെറുതായിട്ടൊന്ന് മൂത്രച്ചൂടിന്റെ വിഷയങ്ങൾ, മൂത്രത്തില് ഇൻഫെക്ഷൻ ഉള്ള യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് എല്ലാം കൂവപ്പൊടി ഭയങ്കര ഒരു ഔഷധമാണ്. ഓക്കെ. അപ്പൊ ഇത്രയും ദിവസത്തെയും അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറിന്റെയും എഫേർട്ടിന്റെ ശേഷമാണ് നോക്കി ഇതേപോലെ നല്ല തുറു വെള്ള കളറിൽ ഈ സാധനം വരുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു ചെറിയ പീസ് കഴിക്കട്ടെ. ഏതായാലും എനിക്ക് ഈ മൂത്രച്ചൂടിന്റെ പ്രശ്നം, ഈ യാത്രകൾ കൂടുതൽ ഉണ്ടാവുകൊണ്ടേ നല്ലതാണ്. അപ്പൊ ഈ സംഭവങ്ങളെ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്താൽ അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു, മഞ്ഞക്കൂവ, നീലക്കൂവ. ഇതിപ്പോ നിങ്ങള് പിന്നെ പാർസൽ അടക്കാൻ തയ്യാറായിട്ടുള്ള
പാക്കറ്റ് ആണ്. ആ, അതെ. ഇതാണ് വെള്ള അല്ലെ? ഇതാണ് നീലക്കൂവ പ്രോസസ് ചെയ്ത വെള്ളപ്പൊടി. വെള്ളപ്പൊടി ആ, ഇതാണ് പ്യുവർ നീലക്കൂവ. അത് വൈറ്റ് പ്യൂർ വൈറ്റ് ആയിട്ട് വരും. പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. മഞ്ഞയോ? ഇതാണ് മഞ്ഞക്കൂവ. ചെറിയൊരു ചെറിയ ലൈറ്റ് മഞ്ഞ. അതെ അതെ മാറുന്നു. ഒരു മൈദയുടെ ഒക്കെ കളർ വരും. അത് തന്നെ ചെറിയൊരു കളർ. മൈദയുടെ അല്ല, എന്താ കടലമാവ് പോലത്തെ ഒരു കളർ അല്ലേ? ചെറിയൊരു മാറ്റം. അഥവാ വെള്ള ഇത് നല്ല തൂ വെള്ള ഇത് എങ്ങനെ വെച്ചാൽ കറക്റ്റ് കാണാം. ഇതാണത്. ഇത് നീലക്കൂവയുടെ. ഇത് നീലക്കൂവയുടെ പ്യൂർ വൈറ്റ്. ഏറ്റവും ഔഷധ ഗുണമുള്ള കൂവ ഇതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്ത് നിങ്ങൾ അയച്ചു കൊടുക്കും. ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കിലോ തൊട്ട് മുകളിലേക്ക് എത്ര കിലോ ചോദിച്ചാലും നമ്മൾ അയച്ചു കൊടുക്കും. നല്ല ഓർഗാനിക് പ്യൂർ സാധനം. പ്യുവർ കൂവ, തനി നാടൻ കൂവ. നിങ്ങളിപ്പോ വീഡിയോയിൽ ഇത്രയും നേരം കണ്ട ഒറിജിനൽ സാധനം. അത് തന്നെ. ഓക്കെ. അപ്പൊ താഴെ കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട്, വീഡിയോയിൽ നമ്പർ ഉണ്ട്. അപ്പൊ നിർത്തിയാലെന്നാ? ഓക്കെ. അപ്പൊ ഒരു അടിപൊളി ഹായ് പറഞ്ഞു. ഇത്രയും നേരം മല്ലി കെട്ടിയല്ലേ? ഹായ്. ഓക്കെ ബൈ. ഓക്കെ ബൈ.